الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കുക എന്നതിൻ്റെ ആണ് ഇസ്ലാം എന്ന് പറയുന്നത്. അസ്ലമ എന്ന വാക്കിൻ്റെ അർത്ഥം സമർപ്പിക്കുക എന്നാണ്. ഇസ്ലാം എന്ന വാക്ക് ആ ഒരർത്ഥത്തിൽ സമർപ്പണത്തിൻ്റെ മാർഗം എന്നാണ് അർത്ഥമാക്കുന്നത്. മറ്റൊരർത്ഥം സലാം എന്ന് പറഞ്ഞാൽ സമാധാനമെന്നാണ്. സമാധാനത്തിൻ്റെ മാർഗം ആണ് ഇസ്ലാം എന്നും അർത്ഥം പറയാവുന്നതാണ്. നാം നമ്മെ അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടം ഈ ലോകത്തും പരലോകത്തും വിജയമാണ് എന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കുകയും അള്ളാഹു കൽപ്പിച്ച വിധത്തിൽ നല്ല വാക്കുകൾ പറയുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു തആല നന്നാക്കി തരികയും ചെയ്യും. ഇന്നിപ്പോൾ മതരംഗത്ത് വലിയ വാശിയോടുകൂടി എല്ലാ മതവിഭാഗങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളുമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതും. നമ്മളതിന് പറയാറുള്ളത് ബഹുസ്വര സമൂഹം എന്നാണ്. അതായത് വിവിധങ്ങളായ മതങ്ങളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്ന ഒരു പ്രദേശം. ഈ എല്ലാ മതക്കാരും അവരവരുടെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകളുമായി മനുഷ്യത്വപരമായി പെരുമാറണം എന്നത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ ഒരു പടച്ചവനാണ്, ഒരേ ഒരു അള്ളാഹുവാണ്, ഒരേ ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളെ എല്ലാം ആ ദൈവം ആദരിച്ചു എന്നും എല്ലാവരും പറയുന്നു. വലഖദ് കറംന ബനി ആദം, ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നു. ആരാണ് ആദം? ആദ്യത്തെ മനുഷ്യനാണ് ആദം അലൈഹിസ്സലാം. ആ ആദമിൻ്റെ മക്കളും മക്കളുടെ മക്കളും പിന്നെ പെറ്റുപെരുകിയുണ്ടായ ഒരു സമൂഹമാണ് ലോകത്തുള്ളത്, മുമ്പുള്ളതും ഇപ്പോഴുള്ളതും ഇനി വരാനിരിക്കുന്നതും.
അതിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. അതിൽ അറബികളും അറബികളല്ലാത്തവരുമുണ്ട്. അതിൽ കറുത്തവരും വെളുത്തവരുമുണ്ട്. പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്. ഇവരൊക്കെ ബനു ആദമാണ്, ആദമിൻ്റെ മക്കളാണ്. അപ്പം മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹു തആല മനുഷ്യന് ഒരു ആദരവ് നൽകിയിട്ടുണ്ട്. ആ ആദരവ് ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് നാട്ടിലുള്ളവനായാലും ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും എല്ലാവരും ആ ആദരവ് വെച്ച് കൊടുക്കേണ്ടതാണ്. അള്ളാഹു തആല റഹ്മാനും റഹീമുമാണ്. റഹ്മാനായ അള്ളാഹു, റഹീമായ അള്ളാഹു, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു, ഈ ദുനിയാവിൽ അള്ളാഹു തആല കാരുണ്യം നൽകുന്നത് എല്ലാവർക്കുമാണ്. എല്ലാവർക്കും വേണ്ടിയാണ് സൂര്യൻ ഉദിക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയാണ് മഴ പെയ്യുന്നത്, എല്ലാവർക്കും വേണ്ടിയാണ് കാറ്റടിക്കുന്നത്. അത് മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ പേരിൽ അള്ളാഹു ആർക്കും നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരെ മനുഷ്യരായി കണ്ട് നല്ല പെരുമാറ്റത്തോടു കൂടി ജീവിക്കുക എന്നത് അള്ളാഹു നമ്മോട് കൽപ്പിച്ച ഒരു കാര്യമാണ്. പക്ഷെ ഇന്നിപ്പോൾ മതത്തിൻ്റെ പേരിൽ ആളുകൾ പലരും വർഗീയത പറയുന്നു, വിഭാഗീയത ഉണ്ടാക്കുന്നു, സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ മതം, ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ ഒരു ആവേശം കൊള്ളുന്നു. അത് ദൈവദോഷമാണ് എന്ന് നമ്മൾ അറിയണം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആദമിൻ്റെ മക്കളാണ്, ഒരേ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെല്ലാം നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ആ ഒരു കാര്യം അള്ളാഹു തആല പറയുന്നത് യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ്. ഖുർആനിൽ 2 തരം സംബോധന കാണാം, യാ അയ്യുഹന്നാസ് എന്നും യാ അയ്യുഹല്ലദീന ആമനു എന്നും. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഹേ മനുഷ്യ സമൂഹമേ എന്നാണ് അതിൻ്റെ അർത്ഥം. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അല്ലയോ വിശ്വാസികളെ എന്നാണ്. അപ്പോൾ മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ സമൂഹമേ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെല്ലാം നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ആദ്യത്തെ പിതാവ് ഒരാളാണ്, ആദ്യത്തെ മാതാവും ഒരാളാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ മനുഷ്യരും ആ അർത്ഥത്തിൽ ഏകോദര സഹോദരങ്ങളാണ്. ആ ഒരു സാഹോദര്യം മനുഷ്യർക്കിടയിൽ മുഴുവൻ നിലനിൽക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആരും ആരെയും ആക്രമിക്കരുത്, ആരും ആരെയും ചൂഷണം ചെയ്യരുത്, ആരും ആരെയും ഉപദ്രവിക്കരുത്, ആരും ആർക്കും മാനഹാനി ഉണ്ടാക്കരുത്. അത് അള്ളാഹു തആല പറഞ്ഞ ഈ ഒരു തത്വത്തിനെതിരായിത്തീരും അങ്ങനെ ചെയ്താൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനുമായി വന്നപ്പോൾ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയപ്പോൾ എതിർത്തവരുണ്ട്, ആക്രമിച്ചവരുണ്ട്, പീഡിപ്പിച്ചവരുണ്ട്. എന്നാൽ ആരോടും അവരുടെ വിശ്വാസത്തിൻ്റെയോ അവരുടെ വർഗത്തിൻ്റെയോ അവരുടെ നാടിൻ്റെയോ പേരിൽ മനുഷ്യത്വരഹിതമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ചിട്ടില്ല. മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. കാരണം നമ്മളെല്ലാവരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാകുന്നു എന്നാണ്. ഇന്നിപ്പോൾ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത് ആളുകൾ സൂക്ഷ്മതയില്ലാതെ സംസാരിക്കുന്നു, മാന്യതയില്ലാതെ പെരുമാറുന്നു, സ്വന്തം നാവിനെയും ശരീരത്തെയും നിയന്ത്രിക്കാനുള്ള ഒരു പക്വത കൈവരാത്ത വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ അവർക്ക് ദോഷമാണ്. നമ്മളാണ് അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ദോഷമാണ്, നമ്മുടെ ദീനിന് ദോഷമാണ്, മനുഷ്യ സമൂഹത്തിനും പ്രശ്നമാണ് എന്ന് നമ്മൾ അറിയണം. നിങ്ങൾ സാധാരണ ഖുത്ബ അല്ലെങ്കിൽ വേറെ പ്രസംഗങ്ങൾ ഒക്കെ തുടങ്ങുമ്പോൾ തഖ്വ കൊണ്ടുള്ള വസിയത്തിൻ്റെ ആയത്തുകൾ കേട്ടിട്ടുണ്ടാവും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. മറ്റൊന്നാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. സൂറത്തുൽ അഹ്സാബിലെ 70-ാമത്തെ ആയത്താണിത്. ഈ ആയത്തിൽ പറയുന്നത്, സത്യവിശ്വാസികളെ നിങ്ങൾ ഇത്തഖുല്ലാഹ്, അള്ളാഹുവിന് തഖ്വയുള്ളവരായിരിക്കുക. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന വാക്കിൻ്റെ അർത്ഥം സൂക്ഷ്മത എന്നാണ്. ഈ തഖ്വ എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ മനസ്സിലാണ് തഖ്വ എന്ന്.
അത് വാക്കിലല്ല, അത് ജീവിതത്തിൻ്റെ രൂപഭാവങ്ങളിലല്ല, വേഷഭൂഷാദികളിലല്ല, പിന്നെയോ മനസ്സിലാണ് തഖ്വ. പടച്ചവനെ പേടി. അള്ളാഹിൻ്റെ മുമ്പിലാണ് ജീവിക്കുന്നത്. അള്ളാഹു കാണുകയും കേൾക്കുകയും ചെയ്യും. എൻ്റെ പ്രവർത്തനത്തിന് അള്ളാഹു ചോദ്യം ചെയ്യും, അതിന് പ്രതിഫലവും നൽകും എന്നതാണ് തഖ്വ. അത്തഖ്വ ഹാഹുന. തഖ്വയെക്കുറിച്ച് ചില പണ്ഡിതന്മാർ വിശദീകരണം നൽകിയത്, ഒരു മുള്ളുള്ള വഴിയിലൂടെ ഒരാൾ നടന്നു പോകുന്നു എന്ന് വിചാരിക്കുക. എല്ലാ ഭാഗത്തും മുള്ളുകളുണ്ട്, വലതുഭാഗത്തും ഇടതുഭാഗത്തും താഴെയും മേലൊക്കെ മുള്ളുണ്ട്. ആ വഴിയിലൂടെ ഒരാളങ്ങനെ നടന്നു പോകുമ്പോൾ എത്ര സൂക്ഷിക്കും മുള്ള് തട്ടാതിരിക്കാൻ? ആ സൂക്ഷ്മതയാണ് തഖ്വ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസിൻ്റെ വിശദീകരണത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തഖുല്ലാ, അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കുക. എന്നിട്ട് വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക്, ഗുണപ്രദമായ വാക്ക്, ഉപകാരപ്പെടുന്ന വാക്ക് അത് പറയുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ വാക്ക് നല്ലതാവണം, നമ്മുടെ പ്രവൃത്തിയും നല്ലതാവണം. നല്ല വാക്കേ പറയാവുള്ളൂ. ഖുർആൻ പറയുന്നുണ്ട് വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ല വാക്ക് പറയണം. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്താണത്. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ല വാക്ക് സംസാരിക്കണമെന്ന്. അങ്ങനെ നിങ്ങൾ അള്ളാഹിനെ വഴിപ്പെട്ട് ജീവിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും നല്ല നല്ല വാക്കുകൾ പറയുകയുമാണെങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, അല്ലാഹു തആല നിങ്ങളുടെ അമലുകളെ നന്നാക്കി തരും. പടച്ചവൻ്റെ തൗഫീഖ് ഉണ്ടാകും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അപ്പോൾ നിങ്ങളെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും. അള്ളാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. ആമീൻ. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. സൂറത്തുൽ അഹ്സാബിലെ അടുത്ത ആയത്താണ്, 71-ാമത്തെ ആയത്ത്. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ഏതൊരാൾ അള്ളാഹുവിനെ അനുസരിക്കുക, അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുക, എന്നാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവൻ തീർച്ചയായും വലിയ വിജയം നേടിയിരിക്കുന്നു എന്ന്. വലിയ വിജയം, വെറും വിജയമല്ല. അപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ അവന് വലിയ വിജയമാണ്, ദുനിയാവിൽ വിജയമാണ്. അതിൻ്റെ അപ്പുറത്ത് എന്നെന്നുമുള്ള ജീവിതത്തിൽ ആഖിറത്തിൽ മനുഷ്യന് വിജയമുണ്ടാകും. ഈ ഖൗലുൻ സദീദ്, ആ നല്ല വാക്കിനെ തഫ്സീറുകളിൽ മുഫസ്സിരിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അവർ വിശദീകരിച്ച 4-5 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഖൗലു സദീദ് എന്ന് പറഞ്ഞാൽ അസ്സിദ്ഖു ഫിൽ ഖൗലി വൽ ഫിഅലി, വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തുക. വാക്കാണ്, അത് നമ്മൾ എഴുതിയിട്ടില്ലല്ലോ, അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, അതൊന്നുമല്ല. വാക്കാണ്. അതുകൊണ്ട് തന്നെ വാക്ക് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. വാക്ക് കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ ആയുധം കൊണ്ടുണ്ടാകുന്ന മുറിവുകളെക്കാൾ വലുതാണ്. ഒരാളെ പരിഹസിച്ചാൽ, ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ മക്കളെപ്പോലും നമ്മൾ പരിഹസിച്ചാൽ, ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ, അത് മദ്യം പറഞ്ഞ് തീർത്താലും ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെ കിടക്കും. അതുകൊണ്ട് തന്നെ അസ്സിദ്ഖു ഫിൽ ഖൗലി വൽ ഫിഅൽ, വാക്കും പ്രവൃത്തിയും അത് രണ്ടിലും സത്യസന്ധത പുലർത്തുക. രണ്ടാമത്തേത് അദ്ലു വൽ ഇൻസാഫ് ഫിൽ അഹ്കാമി വൽ ഖറാർ, കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്തൊക്കെ തന്നെ നീതിയും അതുപോലെ തന്നെ ന്യായവും പാലിക്കുക എന്നതാണ്. നമ്മൾ പല ഇടപാടും നടത്തുന്ന ആളുകളാണ്. കച്ചവടക്കാരുണ്ടാകും, ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, തൊഴിലെടുപ്പിക്കുന്നവരുണ്ടാകും, തൊഴിൽ ചെയ്യുന്നവരുണ്ടാകും. വ്യത്യസ്ത മേഖലയിൽ നമ്മൾ മനസ്സിലാക്കണം, ന്യായവും നീതിയും അത് നമ്മൾ നമ്മുടെ മുഖമുദ്രയാക്കണം. ഏത് മനുഷ്യനും നമ്മിൽ നിന്നൊരു അനീതി ഉണ്ടാവില്ല, ഒരു അന്യായം ഉണ്ടാവില്ല എന്ന് ആളുകൾക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കണം. മൂന്നാമത്തത് അന്നുസ്ഹു വൽ ഇർഷാദ് ലിൽ ആഖരീൻ, മറ്റുള്ള മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നന്മ, അവർക്ക് ഗുണം വരണം എന്ന നിലക്കായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരാളോട് നമ്മളൊരു വർത്തമാനം പറഞ്ഞാൽ എന്തിനാ? അവനെ അടിച്ചാക്ഷേപിക്കാനല്ല, അവനെ അടിച്ചിരുത്താനല്ല, അവൻ നന്നാവാൻ, അവന് ഉപകാരപ്പെടാൻ. അതിനെന്ത് പറയണം, എത്ര പറയണം, എപ്പോൾ പറയണം, അത് ഓരോ സന്ദർഭത്തിലാണ്. ചില കാര്യങ്ങൾ നാളെ പറയാം, അല്ലേ? ചില ആളുകൾ
സംസാരിക്കുമ്പോൾ സൂക്ഷ്മതയില്ലാത്തത് കൊണ്ട് വലിയ അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്, കുടുംബ കലഹങ്ങളുണ്ട്. മിണ്ടാതിരുന്നാൽ മതി. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ആളുകൾ ഫൽയഖുൽ ഖൈറൻ, അവർ ഖൈറായത് പറയണം. ഇവിടെ പറഞ്ഞില്ല ഖൗലുൻ സദീദ് പറയണം, ഖൂലൂ ലിന്നാസി ഹുസ്ന, നല്ല വാക്ക് പറയണം. അത് തന്നെയാണ് ഫൽയഖുൽ ഖൈറ, അവൻ ഖൈറായത് പറയണം. ചില ആളുകൾക്ക് അങ്ങനെ ഖൈറായത് പറയാൻ കഴിയാത്ത ആളുകളുണ്ടാവും. സ്വഭാവം, ശീലം, സംസാരിച്ച കളവ് പറയുക, പരിഹസിക്കുക, കുത്തിപ്പറയുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സൂറത്തുൽ ഹുജറാത്തിൽ ആ വിഷയങ്ങൾ കുറേ പറയുന്നുണ്ട്. അങ്ങനത്തെ ആൾ എന്ത് ചെയ്യണം? അവൻ മിണ്ടാതിരുന്നാൽ മതിയെന്ന്. സംസാരിച്ചാൽ മോശമായി പോകുമെങ്കിൽ മിണ്ടണ്ട. ഇപ്പം ചില ആളുകൾ കണ്ടില്ല, ഇപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നപ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതൊക്കെ അതിലൊക്കെ എന്തെല്ലാം എഴുതി വിടുന്നത്. ആ എഴുത്തുകൊണ്ട് എത്ര കുടുംബങ്ങളാണ് തകരുന്നത്, എത്ര സംഘടനകളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, എത്ര സൗഹൃദങ്ങളാണ് ഇല്ലാതെയാകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രതികരണം വേണമോ? നിങ്ങൾ പ്രതികരിച്ച് അവിടെ വെക്ക്, നാളെ അയക്കാം, അപ്പം നിങ്ങൾ തന്നെ മാറും. അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവം കാണാൻ സാധിക്കും. എന്തെങ്കിലും ഒന്ന് കണ്ട് അപ്പം പ്രതികരണം. ആ പ്രതികരണം ഇന്ന് വേണ്ട, ഇവിടെ നാളത്തേക്കൊന്നും സംഭവിക്കാനില്ലല്ലോ, നാളെ പറഞ്ഞാൽ മതിയാവും. അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും അത് അയക്കണ്ടാന്ന്. കാരണം എന്താ? അത് മോശമാണ്. അതുപോലെ നമുക്ക് കിട്ടിയ അറിവ്, ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനമെടുക്കും. അത് തെറ്റായിരിക്കാം. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, നിങ്ങളടുത്ത് ഒരു ഫാസിഖ് ഒരു വിവരം തന്നാൽ നിങ്ങൾ ഫതബയ്യനു, നിങ്ങൾ അതിനെ വിശദമായി നിങ്ങൾ അന്വേഷിച്ച് അറിയണം എന്നാണ്. അത് ഫാസിഖ് അല്ലെങ്കിലും അങ്ങനെ തന്നെ വേണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും തഫ്സീറുകളിലൊക്കെ. ആ ആയത്തിറങ്ങിയ സബബുൻ നുസൂൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയെ ഒരു പ്രദേശത്തേക്ക് പറഞ്ഞയച്ചു, അവരുടെ സക്കാത്ത് വാങ്ങാനും അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ച ഒരു ദൂതൻ, ഒരു സഹാബി വരുന്നുണ്ട് എന്നത് കേട്ടപ്പോൾ ആ നാട്ടുകാരൊക്കെ പുറത്തിറങ്ങി നിന്നു ഇവരെ സ്വീകരിക്കാൻ വേണ്ടി. പക്ഷേ ഈ സഹാബിക്ക് തോന്നി ഇദ്ദേഹം അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെല്ലാം കൂടി ആക്രമിക്കാൻ വരികയാണ്. അങ്ങനെ അദ്ദേഹം ആ വിഷയം വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ്, താങ്കൾ എന്നെ ഇന്ന സ്ഥലത്തേക്ക് അയച്ചു, ഞാനവിടെ ചെന്നപ്പോൾ ആളുകളൊക്കെ വീട്ടിൽ നിന്നിറങ്ങി എന്നെന്തോ ചെയ്യുമെന്ന് തോന്നി, ഞാനിങ്ങ് പോന്നു. ആ സംഭവം കുറിക്കുന്നത് എന്താണെന്നറിയോ? അത് എന്താണ് എന്നറിഞ്ഞിട്ട് മതി കാര്യം തീരുമാനിക്കൽ എന്നാണ്, ഏത് വിഷയത്തിലും. അപ്പം ചില വിഷയങ്ങളുണ്ടല്ലോ, ആളുകൾ പറഞ്ഞു വെച്ചാൽ അത് അങ്ങനെ ആയിരുന്നില്ലേ, എന്നാ വിഷയമല്ല എന്ന് പറയും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ലേ എന്ന് ആദ്യം അറിയണ്ടേ? അപ്പം അന്വേഷിച്ച് ഒരു വാക്ക് പോലും, ഇപ്പം ഇവിടെ പറയുന്നൊരു വാക്ക് ആ അർത്ഥത്തിലായിരിക്കില്ല വേറൊരു സ്ഥലത്ത് പറയുന്നത്, പ്രയോഗങ്ങളും അങ്ങനെ ആയിരിക്കും. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അന്വേഷിച്ചറിഞ്ഞിട്ട് വേണം കാര്യം ചെയ്യുന്നത് എന്നാണ്. മറ്റൊന്ന്, നാലാമത്തത് പറഞ്ഞ തജന്നുബുൽ കദിബ വൽ ഗീബത വൻ നമീമ, ഖൗലുൻ സദീദ്. സംസാരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം? കദിബ്, കളവ്, ഗീബത്ത്, അതുപോലെ നമീമത്ത്, പരദൂഷണം, പിന്നെ ആളുകളെക്കുറിച്ചുള്ള അവരുടെ അഭാവത്തിൽ അവർക്കിഷ്ടപ്പെടാത്തത് പറയൽ. ഗീബത്ത് എന്ന് പറഞ്ഞാൽ കളവ് പറയലല്ല. അപ്പം എന്നെക്കുറിച്ച് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എൻ്റെ അഭാവത്തിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞാൽ അത് ഗീബത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ സഹാബിമാർ ചോദിച്ചു, ഞങ്ങൾ പറയുന്ന കാര്യം ഉള്ളതാണെങ്കിലോ റസൂലേ? അപ്പം ഞങ്ങൾ പറയുന്ന കാര്യം ഉള്ളതാണ്, പക്ഷെ അയാൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉള്ളത് പറയുന്നതാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയുന്നതിന് കദിബ് എന്ന് പറയാം, കളവ്. അപ്പോൾ നമുക്ക് ചില കാര്യം പറയേണ്ടി വരുമല്ലോ. അപ്പം ഇതിനൊക്കെ നമ്മുടെ ഉലമാക്കൾ, മുഹദ്ദിസീങ്ങൾ, അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്കൊരു പരാതിപ്പെടണം ഭരണാധികാരിയുടെ അടുത്ത്, അത് അവിടെ പോയി പരാതിപ്പെടാം, മറ്റേ ആൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും. അതുപോലെ തന്നെ ഒരാളെ, ഒരു കുട്ടി അവൻ മോശമായി പോകുന്നു, അവൻ്റെ പിതാവിനോട് പോയിട്ട് പറയാം ഇങ്ങനൊരു സംഭവം ഉണ്ട്, ശ്രദ്ധിക്കണമെന്ന്. ഇങ്ങനെയല്ലാതെ ആളുകൾ വേറെ ആളുകളെക്കുറിച്ച് പറഞ്ഞു നടക്കുകയും പിന്നെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഗീബത്താണ്, കലഹങ്ങൾ ഉണ്ടായിത്തീരാൻ കാരണമാകുന്നതാണ്. അതുപോലെ തന്നെയാണ് പരദൂഷണം, നമീമത്ത് പറയലും. അഞ്ചാമത്തത് അൽ ഹിക്മത്തു ഫിൽ കലാം, സംസാരത്തിലുള്ള ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ
അത് വളരെ സൂക്ഷിച്ച് പറയേണ്ട അത്ര പറയേണ്ട സമയത്ത് പറയൽ, അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ആ ഹിക്മത്ത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ, ഹിക്മത്തോടുകൂടി സംസാരിക്കണം എന്ന്. ഇതെല്ലാം ഈ ഖൗലുൻ സദീദിൻ്റെ വിശദീകരണങ്ങളാണ്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അത് സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത് എന്നർത്ഥം. മറ്റൊന്ന്, നമ്മളിങ്ങനെ സംസാരത്തിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നല്ലോ, അതിൻ്റെ ഗറള്, അതിൻ്റെ ലക്ഷ്യം എന്താ? അതിൻ്റെ ലക്ഷ്യം ചില തഫ്സീറുകളിലുള്ളത്, ഒന്ന് നശ്റുൽ മഹബ്ബത്തി വൽ ഉൽഫത്തി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ സ്നേഹവും നല്ല ബന്ധവും ഉണ്ടാക്കൽ. അപ്പം നല്ല വാക്ക് പറഞ്ഞാൽ മാത്രമേ ആ നല്ല വാക്ക് പറയുന്നത് കൊണ്ട് ആളുകൾക്കിടയിൽ നല്ല ബന്ധവും ഒരു സ്നേഹമൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ തഹ്ഖീഖു സലാമുൽ ഇജ്തിമാഇ, അസ്സലാമുൽ ഇജ്തിമാഇ എന്ന് പറഞ്ഞാൽ സാമൂഹികമായ രംഗത്ത് സമാധാനം. കുടുംബത്തിൽ, അയൽപ്പക്കത്ത്, മഹല്ലിൽ, പള്ളിയിൽ ഒക്കെ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇതേപോലെ ഹിക്മത്തോടു കൂടിയായിരിക്കണം നമ്മുടെ സംസാരം എന്നർത്ഥം. മൂന്നാമത്തേത് തഅ്സീസുൽ ഖിയമിൽ അഖ്ലാഖിയ്യ ഫിൽ മുജ്തമ, സമൂഹത്തിൽ അൽ ഖിയമുൽ അഖ്ലാഖിയ്യ, സ്വഭാവ മൂല്യങ്ങൾ, ധാർമ്മികത, അതൊക്കെ നിലനിർത്തണമെങ്കിലും ഇത് ആവശ്യമാണ്. അതാണ് അതിൻ്റെ ലക്ഷ്യം. മറ്റൊന്ന് ജഅലുൽ മുസ്ലിമീന സുഫറാഅൻ ലിൽ ഇസ്ലാമി ബി അഖ്ലാഖിഹിമിൽ ഹസന, മുസ്ലിമീങ്ങളെല്ലാവരും ഇസ്ലാമിൻ്റെ അംബാസഡർമാരാവുക, സ്ഥാനപതികളാവുക. എങ്ങനെ? അവരുടെ വിശിഷ്ടമായ സ്വഭാവം കൊണ്ട്, നല്ല പെരുമാറ്റം കൊണ്ട്. എന്താ ഇസ്ലാം എന്നൊരാൾ പഠിക്കാൻ മുസ്ലിമിനെ കണ്ടാൽ മതി. മുസ്ലിമിനെ കണ്ടാൽ ഇസ്ലാം മനസ്സിലാവുന്നില്ല എങ്കിൽ നമ്മിൽ ആ ഇസ്ലാം കുറവാണ് എന്നാണ്. അപ്പോൾ പെരുമാറ്റത്തിലും ജീവിതത്തിലും ഉണ്ടാകേണ്ട മര്യാദയാണ് ഈ പറഞ്ഞത്. ഖുർആനിൽ മൂസാ നബി അലൈഹി ഇസ്ലാമും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമും ഫിറഔൻ്റെ അടുത്തേക്ക് പോകുന്ന രംഗമുണ്ട്. അള്ളാഹു പറഞ്ഞേക്കുക അള്ളാഹിനെക്കുറിച്ച്, ദീനിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. ആരാ ഫിറഔൻ? വലിയ ഭരണാധികാരി. ഞാനാണ് നിങ്ങളുടെ റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ധിക്കാരി. ആ കൊട്ടാരത്തിൽ വളർന്ന മൂസാ നബി നബിയായി കഴിഞ്ഞ ശേഷം മൂസാ നബിയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാം രണ്ടുപേരും കൂടി പോവാണ്. ആ പോകുമ്പോൾ അല്ലാഹു തആല പറയാണ്, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗ, നിങ്ങൾ ഫിറൗൻ്റെ അടുത്ത് പോവുക. ആ ഫിറൗൻ വലിയ ധിക്കാരിയാണ്. എന്നിട്ട് പറയേണ്ടത് എങ്ങനെ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫഖൂലാ ലഹു, നിങ്ങൾ രണ്ടുപേരും അവനോട് പറയുക. ഖൗലൻ ലയ്യിനൻ, മയമുള്ള വാക്ക് പറയാം, ലോലമായ മൃദുലമായ നിലക്ക് സംസാരിക്കുക. ഫിറൗനെ ഇനി ഞങ്ങളാ രാജ്യം ഭരിക്കുന്നത്, ഇങ്ങോട്ട് ഇറങ്ങുന്നു പറയാനല്ല, ഫിറൗനുമായി ഏറ്റുമുട്ടാനുമല്ല. ഫിറൗനോട് ഇവരുടെ ദൗത്യം പറയാന്ന നല്ല വാക്കുകൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടും. മൃദുലമായ വാക്ക്, ലയ്യനായ വാക്ക്, ലോലമായ വാക്ക്, മയമുള്ള വാക്ക് ആയിരിക്കണം പറയുന്നത്. ആരോട്? ഫിറൗനോട് പോലും. അപ്പോൾ പിന്നെ മുസ്ലിമീങ്ങൾ തമ്മിൽ എത്ര മയത്തിലായിരിക്കണം, ഒരു കുടുംബത്തിലുള്ള ആളുകൾ തമ്മിൽ എത്ര മൃദുലമായിരിക്കണം അവർ സംസാരിക്കുന്നത്. ധിക്കാരിയായ ഫിറൗനോട് പോലും ദീൻ കാര്യം പറയാൻ പോകുമ്പോൾ അവിടെ മയത്തിൽ സംസാരിക്കണം എന്നാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ഇതും രൂക്ഷമായ പരുഷമായ പെരുമാറ്റം ഉണ്ടാകുന്നതിൽ നിന്ന് നമ്മെ അകറ്റാൻ പറ്റിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ഖുർആനിൽ ദഅവത്ത് പോലും എങ്ങനെയാവണം, ഈ പറഞ്ഞിടത്തോളം കാര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. മക്കളോടാണെങ്കിലും ഇണകളോടാണെങ്കിലും മാതാപിതാക്കളോടാണ്, അയൽവാസിയോട്, ആരോടാണെങ്കിലും നമ്മൾ നല്ല വാക്ക് പറയുന്ന നല്ല പെരുമാറ്റമുള്ളവരാവണം. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. സൂറത്തുൻ നഹൽ 125-ാമത്തെ ആയത്ത്. ഇതിൽ അല്ലാഹു തആല പറയുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ബിൽ ഹിക്മ, ഹിക്മത്തോടുകൂടി, വളരെ തത്വദീക്ഷയോടുകൂടി, നല്ല നിലക്ക്. വൽ മൗഇളത്തിൽ ഹസന, നല്ല ഉപദേശത്തോടു കൂടിയും. മൗഇളത്ത് എന്ന ഉപദേശമാണ്, അതിനും നിബന്ധന ഹസന, നല്ല ഉപദേശത്തോടു കൂടി. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഇനി അവരോട് സംവദിക്കേണ്ടി വന്നാൽ അതും അഹ്സനായിരിക്കണം, ഏറ്റവും നല്ല നിലക്കായിരിക്കണം.
ആളെ ചീത്ത പറയാനല്ല, ആരെയും കുറവാക്കാനല്ല, ആരെയും ഇടിച്ചു താഴ്ത്താനല്ല. അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് എന്ന നിലക്കാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം പാലിച്ചു പോരേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ സാമൂഹിക രംഗത്ത് ആളുകൾക്ക് അവരിഷ്ടപ്പെട്ടത് മാത്രമാണ് ഉണ്ടാവുക എന്ന് വിചാരിച്ചുകൂടാ. ഞാൻ എല്ലാവരിൽ നിന്നും നല്ലത് കേൾക്കും, എന്നോടെല്ലാവരും നല്ല നിലക്ക് പെരുമാറും, അങ്ങനെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. കാരണം ആളുകൾ പല വിധത്തിലും പല സ്വഭാവക്കാരുമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ. നന്മയും തിന്മയും തുല്യമല്ല. ഹസനത്ത് നന്മ, സയ്യിഅത്ത് തിന്മ. വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ. നന്മയും തിന്മയും തുല്യമല്ല. നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്. നല്ലത് ചെയ്യുന്നവരുണ്ട്, ചീത്ത ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളെ ചിലപ്പോൾ ആൾ ചീത്ത പറഞ്ഞേക്കും, നമ്മളെ മോശമായി പെരുമാറിയേക്കും നമ്മളോട്. നമ്മൾ ചെയ്യേണ്ടത് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. ഏറ്റവും നല്ലതുകൊണ്ട് അതിനെ തടുക്കുക എന്നാണ്, അതിനെ പ്രതിരോധിക്കുക. ഏറ്റവും നല്ലതുകൊണ്ട് ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങോട്ട് മോശം വാക്ക് പറഞ്ഞാൽ അങ്ങോട്ട് നല്ല വാക്ക് പറയാം. നല്ല വാക്കല്ല, ഏറ്റവും നല്ല വാക്ക് പറയാം. ഒരാൾ നമ്മെ ഉപദ്രവിച്ചാൽ അയാൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാം. ഒരാൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുകയോ പറയുകയോ ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആരടാന്ന് ചോദിച്ചാൽ ഞാനടാ, അതല്ല നമ്മോട് പറഞ്ഞത് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നല്ലത് കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുക എന്നാണ്. അങ്ങനെ ചെയ്താലോ അതിന് ഗുണവും അള്ളാഹു തന്നെ പറഞ്ഞു. ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവ. നിനക്കും അവനും വേറൊരാൾക്കും ഇടയിൽ ശത്രുതയുണ്ടായിരുന്നുവെങ്കിൽ അവൻ കന്നഹു, നിന്റെയും അവൻ്റെയും ഇടയിൽ ശത്രുതയുണ്ടായിരുന്നെങ്കിൽ കന്നഹു വലിയുൻ ഹമീം, അവൻ ഏറ്റവും നല്ല അടുത്ത സുഹൃത്തായി മാറുന്നു. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവനോട് നല്ല വാക്ക് പറയാം, നമ്മെ ഉപദ്രവിച്ചതിനോട് അങ്ങോട്ട് നന്മ ചെയ്യാം. അങ്ങനെ ചെയ്താൽ ആ ആള്, ശത്രുവായി നിൽക്കുന്ന ആള് നമ്മുടെ അടുത്ത സുഹൃത്തായി മാറും. നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെയാണല്ലോ. ആര് തമ്മിലാണ് ശത്രുത ഉണ്ടാവുക? ആര് തമ്മിലാണ് തെറ്റി നിൽക്കുക? ഏറ്റവും അടുത്ത ആളുകൾ തമ്മിലാണ്. ഏറ്റവും അടുത്ത ആളുകൾ അല്ലേ? മാതാപിതാക്കളും മക്കളും തെറ്റുന്നു, ആങ്ങളെയും പെങ്ങളും തെറ്റുന്നു, ഭാര്യയും ഭർത്താവും തെറ്റുന്നു. അതിന് കാരണം എന്താ? അവരേറ്റവും അടുത്ത ആളുകളാണ്. അയൽവാസിയും തെറ്റുന്നു. ഒരു ബന്ധവുമില്ലാത്ത ആളുമായിട്ട് നമുക്കൊരു തെറ്റുമില്ല. അപ്പം ഞാൻ ഈ നാട്ടിൽ ആരുമായിട്ട് ഒരു തെറ്റുമില്ല. അതിൻ്റെ കാരണം എന്താ അറിയോ? ഞാൻ ഈ നാടുമായിട്ട് വലിയ ബന്ധമല്ല എന്നുള്ള. ബന്ധം ഉണ്ടാവുകയും കൂടുതൽ ഇടപഴകുകയും കൂടുതൽ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നല്ല നിലക്ക് നമ്മൾ തിന്മയെ തടുക്കുക. അങ്ങനെയായാൽ ആളുകൾ നമ്മുടെ അടുത്ത മിത്രങ്ങളായി മാറും. അങ്ങനെ മാറാൻ നമുക്ക് കഴിയണം. എന്നാൽ അള്ളാഹു പറയുന്നത് വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അളീം. അങ്ങനെയുള്ളൊരു സ്വഭാവം, തിന്മയെ നന്മ കൊണ്ട് തടുക്കാൻ വാക്കിലായാലും പ്രവൃത്തിയിലായാലും അത് ചെയ്യാൻ കഴിയുന്നത് നല്ല ക്ഷമാശീലർക്ക് മാത്രമാണെന്നാണ്. സബറ് വേണം. സബറില്ലെങ്കിൽ ഇങ്ങനെ കളപെടുത്ത് നിൽക്കും ആളുകൾ അല്ലേ? ആകെ ദേഷ്യം പിടിച്ചൊക്കെ ആകെ ഭ്രാന്തമായ നിലക്കായി. സബറ് വേണം. അങ്ങനെ സബറോടുകൂടി നിൽക്കണം. അങ്ങനെ ഉള്ള ആളുകൾക്കാണ് ഈ ഗുണം ഉണ്ടാവുക എന്നാണ് അള്ളാഹു തആല നൽകുക എന്നാണ്. അതുപോലെ വലിയ ഭാഗ്യവാന്മാർ ഇല്ലാതു ഹദ്ദിൻ അളീം, വലിയ ഭാഗ്യം ലഭിച്ച ആളുകൾക്ക് ഈ ഗുണം ഉണ്ടാവുകയുള്ളൂ എന്ന്. ഈ ഗുണങ്ങളൊക്കെ ശീലിച്ചു പോന്ന ആളുകളാണ് ആദ്യകാലത്തെ മുസ്ലിമീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ദീൻ പഠിച്ച ആളുകൾ, സഹാബത്തും താബിഈങ്ങളും
അതുപോലെ തന്നെ സലഫു സ്വാലിഹ്യങ്ങളായ ആളുകൾ അവർ ദീനിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു, ഖുർആൻ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വിശദീകരിച്ചു കൊടുത്ത ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ശിർക്കിൽ നിന്ന് അവരെ മോചിപ്പിച്ചു കൊണ്ടുവന്നു, സുന്നത്തുകൾ ജീവിപ്പിച്ചു, ബിദ്അത്തുകൾ ഇല്ലാതെയാക്കി. ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളത് ഈ ഗുണങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ്. നമ്മളൊക്കെ മുസ്ലിങ്ങളായി തീർന്നതും അതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇസ്ലാമുമായി വന്നത് കുറച്ച് കച്ചവടക്കാരാണല്ലോ, അവരാണ് പ്രബോധനം നടത്തിയത്. അവർക്ക് നമ്മുടെ ഭാഷ അറിയില്ല, നമ്മുടെ പിതാക്കന്മാർക്ക്, നമ്മുടെ മാതാക്കൾക്ക്. അവർക്ക് ഇവരുടെ ഭാഷയും അറിയില്ല. അറേബ്യയിൽ നിന്ന് വന്ന ആളുകൾക്ക് അറബിയ അറിയൂ, ഇവിടെയുള്ള ആളുകൾക്ക് മലയാളമേ അറിയൂ. പക്ഷെ അവർ കൂടെ ജീവിച്ചു, അവരൊന്നിച്ച് കച്ചവടം ചെയ്തു, അവരൊന്നിച്ച് യാത്ര ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ ഏതോ ഒരു മുതുമുത്തച്ഛന് ഈ ആളുകളൊക്കെ നല്ലവരാണ്, സത്യസന്ധരാണ്, നല്ല വിശ്വാസമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവരാണ്. അത് നല്ലൊരു സന്ദേശം. ഭാഷയില്ലാതെ ആശയം കൈമാറി ജീവിതം കൊണ്ട്, എന്നിട്ട് അവരും സ്വീകരിച്ചു. അത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇസ്ലാം എത്തിയത്, എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാം എത്തിയത്. അപ്പം നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, നല്ല സംസാരം, അതാണ് നമ്മുടെ ജീവിത സന്ദേശമായി നാം കാണേണ്ടത്. നല്ല നല്ല ആദർശം. ഇപ്പം ഞാൻ ഈ പറയുന്ന മാതിരി ഒരു മൈക്കിൻ്റെ മുമ്പിൽ എന്നിട്ട് ഇങ്ങനെ പറയാൻ വലിയ പണിയൊന്നുമില്ല, അത് ശീലിച്ച ആളുകൾ കഴിയും. വലിയ പ്രാസംഗികന്മാരുടെ പ്രസംഗം അനുകരിക്കുന്ന മിമിക്രിക്കാരില്ലേ, നമ്മൾ കണ്ടിയില്ലെങ്കിൽ അത് മറ്റേ ആളാണെന്ന് വിചാരിക്കുക, അത്ര. അപ്പം അതൊരു വലിയ സംഗതിയല്ല പ്രസംഗിക്കാണ്. പക്ഷേ എന്നെ എന്നും കാണുന്ന എൻ്റെ കുടുംബത്തിലെ ആളുകൾ, എൻ്റെ മക്കൾ, എൻ്റെ ഇണ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരൻ, അവർക്ക് എന്താണ് എന്നിൽ നിന്ന് കിട്ടുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യവും കൂടി നിങ്ങളെ അറിയിക്കാനുള്ളത്, ഇപ്പോൾ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ വളരെ വ്യാപകമായൊരു സംഗതിയാണ്, നമ്മുടെ രാജ്യത്തൊന്നാകെ SIR എന്ന ഒരു സംവിധാനം വരികയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ആവശ്യപ്പെട്ടു, പല സംസ്ഥാനങ്ങളിലും നടപ്പിലായി, നമ്മുടെ കേരളത്തിലും വരാൻ പോകുന്നു. ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ എല്ലാ ആളുകൾക്കും വോട്ടുണ്ടാക്കണം എന്നതാണ്. അത് ഇവിടെ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, അത്രയും നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണത് എന്നുകൊണ്ടാണ്. അപ്പോൾ പണ്ട് വോട്ടുണ്ടായിരുന്നു, ഇവിടെ ആരെങ്കിലും ഭരിച്ചോട്ടെ, ഞാൻ വോട്ട് ചെയ്യാനും പോകില്ല എന്ന് മടിയന്മാരായി നിന്നാൽ അവസാനം ഇവിടെ ജീവിക്കാനും കഴിയാത്ത അവസ്ഥ ഉണ്ടായിത്തീരും. അപ്പോൾ എല്ലാവർക്കും വോട്ടുണ്ടാക്കണം. അതിൻ്റെ തീയതി, ജനന തീയതി, ഇത്ര കൊല്ലത്തിന് മുമ്പ്, ശേഷം, മാതാപിതാക്കളുടെ രേഖകൾ, ഇങ്ങനെ പലതുമുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട്. ഇനി അതുമില്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവർ അതിന് ഹെൽപ്പ് ചെയ്ത് തരും. സമയം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ധാരാളം ആളുകൾ വിദേശത്തുള്ള ഒരു സ്ഥലമാണിത്, പ്രവാസികൾ. അവർക്കൊക്കെ ഇവിടെ വോട്ടുണ്ടാക്കാൻ ആവശ്യമായ പ്രവർത്തനം ഇന്നു മുതൽ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അത് പഠിക്കണം. നിങ്ങളെല്ലാവരെയും കൂടി അത് പഠിപ്പിച്ച് അതിനൊരു സെൻറ്റർ തുറക്കാനൊന്നും കഴിയില്ല. ഓരോരുത്തരും അവരവർക്കും അവരുടെ ബന്ധുക്കൾക്കും കുടുംബത്തിൽപ്പെട്ടവർക്കും വോട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തണം. അതെന്ത് എങ്ങനെയെന്നൊക്കെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അന്വേഷിച്ച് പഠിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മുടെ ഈ പള്ളി പരിപാലനത്തിന് കലക്ഷൻ നടത്തും. ഇന്ന് പള്ളി പരിപാലിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. കാരണം പള്ളി മുസ്ലിമുകളുടെ കേന്ദ്രമാണ്. അവിടുത്തെ നന്മകൾ, ഇസ്ലാമിൻ്റെ നന്മകൾ എല്ലായിടത്തും എത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് സജീവമായി നിൽക്കാൻ അതിൻ്റെ ചെലവിലേക്ക് നമ്മളും സംഭാവന ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ. രോഗങ്ങളും മറ്റ് പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണമേ. ജീവിതത്തിൽ വളരെ അധികം കഷ്ടപ്പെടുന്ന ആളുകൾ, ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ എല്ലാ കഷ്ടപ്പാടുകളെയും പ്രയാസങ്ങളെയും റഹ്മാനായ നാഥ നീ ദൂരീകരിച്ച് തരണമേ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.